എല്ലാവർക്കും ദീപ്താസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബിരിയാണിയുടെയും ഫ്രൈഡ് റൈസിൻ്റെയും അതുപോലെ ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ചെറുനാരങ്ങയും ഈന്തപ്പഴം വെച്ചിട്ടുള്ള ഒരു അച്ചാറാണ്. അപ്പോൾ ഈ ഒരു അച്ചാറിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് മധുരവും പുളിയും അതുപോലെ ഉപ്പും എരിവും എല്ലാം കൂടി ചേർന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഈന്തപ്പഴം ചെറുനാരങ്ങ അച്ചാറിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ചെറുനാരങ്ങയാണ്. ഞാനിവിടെ ഒരു 1/4 കിലോഗ്രാം എടുത്തിട്ടുണ്ട്. ഇനി ചെറുനാരങ്ങ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ചെറുനാരങ്ങയൊക്കെ നന്നായിട്ട് മുങ്ങി കിടക്കാൻ ആവശ്യമായിട്ടുള്ള 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെറുനാരങ്ങയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം ഒരു 2 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് വെന്ത് കൂടി പോരുത്. അപ്പം നമുക്ക് ചെറുനാരങ്ങ കട്ട് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ തൊലിയുടെ കളറൊക്കെ ഒന്ന് മാറി വരാനായിട്ട് തുടങ്ങും. ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം വെള്ളത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഇതെല്ലാം കട്ട് ചെയ്തെടുക്കേണ്ടത്. ഞാനിവിടെ ചെറുനാരങ്ങയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഉപ്പ് ചെറുനാരങ്ങയിൽ നന്നായിട്ട് പിടിക്കട്ടെ. നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ എണ്ണ അതിലേക്ക് ചേർക്കാം. നല്ലെണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എണ്ണയിൽ ചെയ്യുമ്പോഴാണ് അച്ചാറിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഉലുവയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തത് ചേർക്കാം. ഇതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി കട്ട് ചെയ്തതും ചേർക്കാം. വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിപ്പോണം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരാനായിട്ട് തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ചേർക്കാം. ഈ കറിവേപ്പില ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് മൂത്ത് കിട്ടണം. ഇനി ഇതിലേക്ക് 1 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. മുളകിൻ്റെ അറ്റം ചെറുതായിട്ടൊന്ന് കീറി കൊടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ 1 ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവിനനുസരിച്ചിട്ട് കൂടുതൽ വേണമെങ്കിലും ചേർക്കാം. ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ നല്ല എരിവുള്ള 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതോടൊപ്പം തന്നെ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായം പൗഡർ ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് തീ ലോ ഫ്ലെയിമിൽ വയ്ക്കുക, അല്ലെങ്കിൽ ഓഫ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടികളൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. മുളക് പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം. ചെറുനാരങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം നേരത്തെ നമ്മൾ 1.5 ടീസ്പൂൺ ഉപ്പ് ചെറുനാരങ്ങയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചൂടിൽ തന്നെ ഈന്തപ്പഴമൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിക്കോളും. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മധുരം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് 1 ടീസ്പൂൺ ആണെങ്കിൽ അത്ര ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. തിളപ്പിച്ച വെള്ളം ഞാൻ ചെറിയൊരു ചൂടോട് കൂടിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത്രയും നേരം ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കുപ്പിയിലാക്കിയിട്ട് 2-3 ദിവസം ഇത് നന്നായിട്ട് സെറ്റാവാൻ വേണ്ടിയിട്ട് പുറത്ത് വയ്ക്കാം. അതിന് ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കാം. ഈ ഒരു അച്ചാറിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്